പ്രിയമുള്ള കൂട്ടുകാരെ, നയനത്തിൻ്റെ 38-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. നയനത്തിൻ്റെ പാട്ടുകൾ ഇട്ടിട്ട് കുറേ ദിവസമായിരുന്നു അല്ലേ. നയന റെക്കോർഡ് ചെയ്ത് വെച്ചതൊന്നും ഉണ്ടായിരുന്നില്ല. മാലയോഗമായിരുന്നു. ഇത്തിരിയെങ്കിലും കയ്യിൽ ചെയ്ത് വെച്ചതുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കുറേ ജോലി ഉണ്ടായിരുന്നു നയനത്തിൻ്റെ ഈ പാട്ട് റെഡിയാക്കാനേ. അതുകൊണ്ടാണ് വൈകിയത്. ഇനി തുടരെ ഇടാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. ശ്രമിക്കാമെന്നേ ഉള്ളൂ. ഓരോ കാര്യങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോകുന്നതാണേ. സോറി. അപ്പോൾ നമുക്ക് തുടങ്ങാം. കഥ മറന്നൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ നിങ്ങൾ? കഥയിൽ ഹോസ്പിറ്റലൈസ്ഡാണ് നയനയും അമ്മച്ചിയും ഒക്കെ, കുഞ്ഞുമോളും. പിന്നെ അപ്പച്ചൻ ICUവിലാണ്. അർജുനാണ് അവർക്കൊക്കെ കാവൽ. പക്ഷേ അർജുൻ്റെ കാര്യം അവർ അറിഞ്ഞിട്ടുണ്ട്. നമ്മളെ കുഞ്ഞുമോള് പനി പറ്റിച്ചു. അപ്പോൾ നോക്കാം. നയന സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി ആരെയും ചതിച്ചിട്ടില്ല. സ്വന്തം കാര്യം നോക്കി പോയിട്ടുമില്ല. അവൾ ഒരു കല്ല് പോലെ മരവിച്ചു നിന്നു. ആ കണ്ണിൽ നിന്ന് പിന്നെ ഒരിറ്റ് കണ്ണുനീർ പൊഴിഞ്ഞില്ല. കുഞ്ഞുമോളുടെ ഓപ്പറേഷനുള്ള പണം കിട്ടുമെന്നറിഞ്ഞപ്പോൾ നയന സ്വയം നശിക്കാനിറങ്ങി. അർജുനേട്ടനാണ് കുഞ്ഞുമോളുടെ ഓപ്പറേഷനുള്ള പണം നൽകിയതും വീടിൻ്റെ ആധാരം എടുക്കാൻ സഹായിച്ചതും. നല്ലവനാണോ ദുഷ്ടനാണോ നോക്കാതെ അയാൾ പറഞ്ഞതനുസരിച്ചു. അയാൾ രക്ഷകനാകുമോ ശിക്ഷകനാകുമോ എന്നൊന്നും ചിന്തിച്ചില്ല. ഭാവി എന്തായി തീരുമെന്ന് പോലും ഓർക്കാതെ അയാൾക്കൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. എപ്പോഴോ ആ മനസ്സിനോട് തോന്നിയ ഇഷ്ടത്തിൻ്റെ ഉളിയിൽ അർജുനേട്ടൻ നീട്ടിയ മിന്നെ എൻ്റെ കഴുത്തിൽ കെട്ടാൻ ഞാൻ സമ്മതിച്ചു. കൊച്ചേ, ലിസിയുടെ ശബ്ദം ഉയർന്നു. അവർ അലിവോടെ ത്രേസ്യയെ നോക്കി. മകളുടെ ഈ വെളിപ്പെടുത്തൽ അവരുടെ മനസ്സിനേൽപ്പിക്കുന്ന ആഘാതം എത്ര വലുതായിരിക്കും. ത്രേസ്യയുടെ ദേഹം വിറച്ചു. ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന അവസ്ഥയിൽ ശ്രയിച്ചു തുടങ്ങി. അവർ നയനയെ ദേഷ്യത്തോടെ നോക്കി. കുഞ്ഞുമോളുടെ ഓപ്പറേഷനുള്ള പണം കോശിച്ചായൻ്റെ സുഹൃത്ത് തരപ്പെടുത്തിയതാണെന്നാണല്ലോ ഏട്ടത്തി അന്ന് പറഞ്ഞത്. ലിസി ശങ്കയോടെ ത്രേസ്യയെ നോക്കി. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയവൾ എങ്ങനെ ഇത്ര പണം സംഘടിപ്പിച്ചുവെന്ന് നിങ്ങൾ ചോദിക്കുമോ എന്ന ഭയം കൊണ്ടാ ലിസി ഞാനും അങ്ങേര് കള്ളം പറഞ്ഞത്. ജോലിയൊന്നുമില്ലാത്തവൾക്ക് ആര് കൊടുത്തു പണം എന്ന് നിങ്ങൾ ചോദിക്കില്ലേ? അതിനെന്ത് ഉത്തരം പറയും? അല്ല, അങ്ങനെ ഒരു സംശയം ഞങ്ങളുടെ ഉള്ളിലും ഉണ്ടാവേണ്ടതായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല ലിസി. ഇവളെ വിറ്റ പണമാണ് അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാൻ തന്നതെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ആ പണം സ്വീകരിക്കില്ലായിരുന്നു. അതിലും ഭേദം എൻ്റെ കൊച്ചിനെ കർത്താവ് വിളിക്കുന്നതായിരുന്നു. അവൾക്ക് അത്രയേ ആയുസുള്ളൂ എന്ന് വിചാരിക്കുമായിരുന്നു. ത്രേസ്യ നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ വിതുമ്പിക്കൊണ്ട് കുഞ്ഞുമോളെ നെഞ്ചിലേക്ക് വലിച്ചു കിടത്തി അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. ത്രേസ്യ അങ്ങനെയാണ് ദേഷ്യത്തെ കടിച്ചമർത്താൻ പറയുന്നതെന്താണെന്ന് പോലും ചിന്തിക്കുന്നില്ല. അമ്മച്ചി, ആ പേര് വിളിച്ച് പൊട്ടിക്കരയാനേ നയനയ്ക്ക് കഴിഞ്ഞുള്ളൂ. അല്ലാതെ അർജുൻ്റെ സ്നേഹവും അവർ തമ്മിലുള്ള പ്രണയത്തിൻ്റെ ആഴവും അവരെ ബോധ്യപ്പെടുത്താൻ കഴിയില്ലല്ലോ. അമ്മച്ചിയും ഇളയമ്മയും ഇളയപ്പയും ഒരു പക്ഷേ അപ്പച്ചനും മനസ്സിലാക്കിയിരിക്കുന്നത് നയന ചതിയിൽ വീണെന്നാണ്. പണത്തിനു വേണ്ടി അവളെ കൈക്കലാക്കിയവൻ മടുക്കുമ്പോൾ അവളെ വഴിയിൽ ഉപേക്ഷിക്കുമെന്നാണ് അവർ ഭയക്കുന്നത്. പിന്നെ അവരൊന്നും പേടിയോടെ കാണുന്ന നാട്ടുകാർ, കുടുംബത്തിൻ്റെ അന്തസ്സ്, നയനയുടെ മുന്നോട്ടുള്ള ജീവിതം, കുഞ്ഞുമോളുടെ ഭാവി എല്ലാം ഓരോ ചോദ്യചിഹ്നങ്ങളാണ്. നയനയുടെ കണ്ണുനീർ ഒരു പുഴയായി ഒഴുകി. ആ പുഴ അവളുടെ ചുരിദാറിൻ്റെ മുൻഭാഗവും കഴുത്തും നനച്ചു. നയന. അർജുൻ്റെ വിളി കേട്ട് എല്ലാവരും ഒരുപോലെ മുഖം ഉയർത്തി നോക്കി. പക്ഷെ അവൻ്റെ നോട്ടം അവളിൽ മാത്രമായിരുന്നു. മുറിയിൽ കയറി അവളുടെ അടുത്തേക്ക് വന്നു. തൻ്റെ എടുത്തുചാട്ടം, ബുദ്ധിശൂന്യത അവളെ എത്രമാത്രം സംഘർഷത്തിൽ ആഴ്ത്തിയിട്ടുണ്ടെന്ന് ആ മുഖം കണ്ടാലറിയാം. നയന അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം പരാജയമായി. എന്താ ഇവിടെ ഇരിക്കുന്നത്? വന്ന് കിടക്ക്. മുറിവുണങ്ങണ്ടേ? അതോ ഇവിടെ തന്നെ കിടന്നാൽ മതിയോ? അർജുൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ബെഡിലേക്ക് കിടത്തി. കാൽ മുതൽ കഴുത്ത് വരെ പുതപ്പ് കൊണ്ട് മൂടി. അവരുടെ മുമ്പിൽ വെച്ച് അവൻ്റെ പ്രവൃത്തികൾ നയനക്ക് വല്ലാത്ത ജാള്യത തോന്നി. അവൾ അർജുൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. അവളുടെ അവഗണന അവൻ വേഗത്തിൽ ഗ്രഹിച്ചെടുത്തു. അർജുൻ അവൾക്ക് നേരെ എടുക്കുന്ന അധികാരം കണ്ട് ത്രേസ്യ നെറ്റിച്ചുളിച്ചു. ദേഷ്യം പല്ലിൽ കടിച്ചമർത്തി. അമ്മച്ചി. അർജുൻ്റെ വിളി കേട്ട് ത്രേസ്യ അവനെ നോക്കിയത് അവനോടുള്ള ദേഷ്യം അത്രയും മനസ്സിൽ വെച്ചുകൊണ്ടാണ്. അപ്പച്ചനെ കാണാം.
ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പോൾ കയറി കണ്ടോളാൻ അനുവദിച്ചിട്ടുണ്ട്. അർജുൻ മുറിക്ക് വെളിയിൽ വെച്ചിരുന്ന വീൽ ചെയർ തള്ളിക്കൊണ്ട് അകത്തേക്ക് വന്നു. ത്രേസി എന്തെങ്കിലും പറയും മുമ്പേ അവൻ അവരെ കൈ പിടിച്ച് മുതുകിലൂടെ കൈയിട്ട് ഒരു കുഞ്ഞിനെന്ന പോലെ പതിയെ കോരിയെടുത്തു ആ വീൽ ചെയറിലേക്ക് എടുത്തിരുത്തിയിരുന്നു. അർജുൻ അവർക്ക് മുമ്പിൽ കുമ്പിട്ടിരുന്നു. ബാൻഡേജ് കെട്ടിയ 2 കാലുകൾ ഫുഡ് റെസ്റ്റിലേക്ക് എടുത്തു വെച്ചു. ത്രേസി ആകെ വേർത്തുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നുണ്ട് ഡിസിയും കുഞ്ഞും മോളും. ഇത്രയും നേരം ശത്രുവിനെ പോലെ വെറുത്തതാ. തൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ വന്ന ദുഷ്ടനാണെന്ന് ഉറപ്പിച്ചതാ. അവനാണിപ്പോൾ ഒരു മകനെ പോലെ അമ്മച്ചിയെ സഹായിക്കുന്നത്. അപ്പച്ചനെ കാണിച്ചിട്ട് ഉടനെ തിരിച്ചു വരാം. അർജുൻ നയനയെ നോക്കി പറയുന്ന കൂടെ ലിസിയോടൊന്ന് തലയാട്ടി. ഞാനും വരുന്നുണ്ട്. കുഞ്ഞുമോളെ നോക്കിയതും അവൾ ബെഡിൽ നിന്ന് ചാടി ഇറങ്ങി. നയനയുടെ മുഖത്ത് തളം കെട്ടി നിൽക്കുന്ന സങ്കടം, മുൻ പരിചയമില്ലെങ്കിലും അമ്മച്ചിയുടെ മുഖത്തെ ഇഷ്ടക്കേട് എല്ലാം കൂട്ടി വായിക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. അർജുൻ അതൊന്നും അറിയാൻ ശ്രമിച്ചില്ല. അവനത് അറിയുകയും വേണ്ട. തരം കിട്ടിയാൽ നയന തന്നോട് പറയുമായിരിക്കും. അപ്പം കേൾക്കാം. അയ്യോ, ഇതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ആരെങ്കിലും കണ്ട ഞങ്ങൾക്ക് കുഴപ്പമാ. ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓടി വന്ന് അവൻ്റെ കയ്യിൽ നിന്നും ആ വീൽ ചെയർ വാങ്ങാൻ തുനിഞ്ഞു. ഞാനാണ് ഇത്രയും ദൂരം വരെ ഉരുട്ടിക്കൊണ്ടുവന്നത്. ഇവിടെ വരെ ഇതേ എനിക്ക് ഉരുട്ടാമെങ്കിലേ ICU വരെയും ഞാൻ തന്നെ ഉരുട്ടും. അർജുൻ ആ മുമ്പിൽ കാണുന്ന ഗ്ലാസ് ഡോറിൽ ICU എന്ന് ചുവന്ന വലിയ അക്ഷരത്തിൽ നോക്കിക്കൊണ്ട് കൂടെ നിൽക്കുന്ന സ്റ്റാഫിനെ ചൊടിപ്പിച്ചു. സാർ, ഞാൻ ഇപ്പോഴല്ലേ കണ്ടത്. അവർ കഴുത്തിൽ വിരൽ സ്വയം ഉരസിക്കൊണ്ട് പറഞ്ഞു. മേലുദ്യോഗസ്ഥർ കാണട്ടെ, ജോലി പോകട്ടെ. അവൻ വീണ്ടും മുന്നോട്ട് നടന്ന അപേക്ഷയോടെ ആ സ്റ്റാഫും. കുഞ്ഞുമോൾ അവരെ 2 പേരെയും മാറി മാറി നോക്കി. പേടിക്കേണ്ട ചേച്ചി, ഞാൻ എവിടെയും പരാതി പറയാൻ പോകുന്നില്ല. അപ്പച്ചനെ കാണാൻ അനുവാദം കിട്ടിയാൽ കൊണ്ടുപോയി കാണിക്കാമെന്ന് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞതാ. അപ്പോൾ ആ വാക്ക് പാലിക്കണ്ടേ? വീൽ ചെയർ തള്ളിക്കൊണ്ട് അർജുൻ നോക്കി പറയുന്നത് ആ സ്റ്റാഫിനോടാണ്. മിഴികൾ നിറച്ച് ത്രേസ്യ തല താഴ്ത്തുന്നത് അവൻ കണ്ടില്ല. പക്ഷേ കുഞ്ഞുമോൾ കണ്ടു. കൂടെ നടക്കുന്നതിനിടയിൽ അവൾ പതിയെ അമ്മച്ചിയുടെ തോളിൽ സ്പർശിച്ചു. ഇനി ഇതിനകത്തോട്ട് എനിക്ക് പ്രവേശനമില്ലല്ലോ. അമ്മച്ചി, അപ്പച്ചനെ കണ്ടിട്ട് വരൂ, ഞാനിവിടെ കാണും. ത്രേസ്യയുടെ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് അവൻ പറഞ്ഞു. അവിടെ മാറി നിന്നു. സ്റ്റാഫ് അവനോടൊന്ന് സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് വീൽ ചെയർ തള്ളി ഗ്ലാസ് ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. കൂടെ കയറുന്നേരം കുഞ്ഞുമോൾ അവനെ പിന്തിരിഞ്ഞു നോക്കി. അവൻ കണ്ണുകൾ ചിമ്മി തുറന്ന് പുഞ്ചിരിച്ചു കാണിച്ചെങ്കിലും അവൾ മുഖം തിരിച്ചു കളഞ്ഞു. സ്റ്റാഫ് വീൽ ചെയർ ഉരുട്ടി ത്രേസ്യയെ കൊണ്ട് ICUവിലേക്ക് പ്രവേശിച്ചു. അവർ കുഞ്ഞുമോൾക്ക് ധരിക്കാൻ പച്ച നിറത്തിലുള്ള ഗൗണും തലപ്പാവും കൊടുത്തു. ത്രേസ്യയുടേത് അവർ തന്നെ ധരിപ്പിച്ചു കൊടുത്തു. 2 പേരുടെയും കൈകളിൽ അതേ നിറത്തിലുള്ള മാസ്കും കൊടുത്തു. മാസ്ക് കൊണ്ട് 2 പേരും വായയും മൂക്കും മൂടിവെച്ച് ചെവിയിടുക്കിൽ അതിൻ്റെ റബ്ബർ ചുറ്റിയിട്ടു. സ്റ്റാഫ് ത്രേസ്യയെ കോശി കിടക്കുന്ന ബെഡിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി. കോശിയുടെ ആ കിടപ്പ് കണ്ട് ത്രേസ്യയുടെ നെഞ്ചം പൊള്ളി. എൻ്റെ ഈശോയെ! ത്രേസ്യ കരഞ്ഞുകൊണ്ട് നെഞ്ചിൽ കൈ വെച്ചമർത്തി. കുഞ്ഞുമോളും തൻ്റെ പ്രിയ അപ്പച്ചൻ്റെ ആ കിടപ്പ് കണ്ട് ചങ്ക് പൊട്ടിക്കരഞ്ഞു. പൊക്കിളിൻ്റെ മുകളിൽ വരെ പുതപ്പിട്ടിട്ടുണ്ട്. ഇരുനെഞ്ചിലും ECG വയറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇടത് കൈപ്പത്തിയിൽ IV കാനുല കണക്റ്റാക്കിയിട്ടുണ്ട്. നെറ്റിയും തലയും മുഴുവനായി വെളുത്ത ബാൻഡേജ് ചുറ്റിയിരിക്കുന്നു. അവരുടെ കരച്ചിൽ ചീളുകൾ കാതോരം വന്നണഞ്ഞതും കോശി പതിയെ നെറ്റി ചുളിച്ചു മിഴികൾ ശ്രമപ്പെട്ട് തുറന്നു. തനിക്കരികിൽ ഇരിക്കുന്നവളെയും അവരെ ചാരി നിൽക്കുന്ന കുഞ്ഞുമോളെയും മിഴികളിൽ നിറച്ചു. ആ നെഞ്ച് പിടയുന്നത് അവർക്ക് കാണാം. ഞരമ്പുകൾ ഉയർന്നു നിൽക്കുന്ന വലത് കൈ കോശി പതിയെ ഇളക്കി. ത്രേസ്യ വിറക്കുന്ന കരം പിടിച്ചെടുത്തു നെറ്റി മുട്ടിച്ചു കരഞ്ഞു. കോശി വാ തുറന്ന് നാക്കിൻ്റെ അറ്റം വെളിയിലേക്ക് തള്ളിച്ച് എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ത്രേസ്യ ഒന്നുകൂടെ ആഞ്ഞു കോശിയുടെ മുഖത്തേക്ക് തല ചെരിച്ചു. കൊച്ച് നയന, അയാൾ അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ത്രേസ്യയുടെ മുഖത്ത് രോഷം സ്ഫുരിച്ചു നിന്നു. പൊന്നാര മകൾ ചെയ്തു കൂട്ടിയത് അറിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ചങ്ക് പൊട്ടും. അതുകൊണ്ട് ഈ ആശുപത്രി വിടുന്നവരെ ഒരിക്കലും കോശിച്ചായൻ നയനയുടെയും അർജുൻ്റെയും വിവരങ്ങൾ അറിയരുതെന്ന് ത്രേസ്യ ആഗ്രഹിച്ചു. കോശി അവരെ ഉറ്റുനോക്കി കിടന്നു.
ചോദിച്ചതിനുള്ള മറുപടിക്കാണ് ആ കാത്തു കിടക്കുന്നത്. അവൾക്കൊന്നുമില്ല, അവൾ മുറിയിലുണ്ട്. അത്രയും പറഞ്ഞത് തന്നെ ഇഷ്ടക്കേടോടെയാണ്. ത്രേസ്യ അവരുടെ മുഖത്ത് കാണുന്ന ദേഷ്യം കോശി കാണാതെ ഇരിക്കാൻ തലകുലിച്ചു. ഐസിയുവിലെ തണുത്ത അന്തരീക്ഷത്തിൽ യന്ത്രങ്ങളുടെ താളാത്മകമായ ശബ്ദത്തിനിടയിൽ കിടക്കുമ്പോൾ ആ അപ്പച്ചൻ്റെ ഉള്ളിലൊരു കടലിരമ്പുകയായിരുന്നു. മകൾ തനിക്കിഷ്ടത്തോടെ ഒരു ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ വാർത്തയുടെ നടുക്കം മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന വേദനയിൽ പിന്നെയും നഷ്ടം. തൻ്റെ വീട് ചോര നീരാക്കി താൻ പണിയിപ്പിച്ച ആ കൂര കത്തിച്ചാമ്പലായിരിക്കുന്നു. ഇങ്ങോട്ട് വാ എന്ന് തല വെട്ടിച്ച് കാണിച്ചപ്പോൾ കുഞ്ഞുമോൾ അപ്പച്ചൻ്റെ അരികിലേക്ക് നീങ്ങി. വിതുമ്പ് തുടങ്ങിയ അവൾ കോശിയുടെ തലയിൽ തലോടി. അവനെവിടെ? അർജുൻ. തലയ്ക്ക് പിറകിൽ വലിയൊരു അടിയേറ്റതുപോലെയാണ് ത്രേസ്യ കോശിയുടെ ചോദ്യം കേട്ട് തല ഉയർത്തിയത്. കോശിച്ചായൻ അവനെങ്ങനെ അറിയാം? ത്രേസ്യ മിഴികൾ കൂർപ്പിച്ചു. അവൻ എൻ്റെ മരുമകനല്ലേ, അതറിയാൻ വൈകിയെന്ന് മാത്രം. കോശി അങ്ങനെ പറയുമ്പോൾ സങ്കടം കൊണ്ട് തൊണ്ടയിടേറി. കോശിച്ചായ, അവനെ നമുക്ക് വിശ്വസിക്കാമോ? ഇത്ര സമയമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. മറ്റു രോഗികൾക്കും ബുദ്ധിമുട്ടാണത്. കോശിയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നേരം ഒരു നേഴ്സ് വന്ന് പറഞ്ഞു. ത്രേസ്യ നിരാശയോടെ ആ നേഴ്സിനെ നോക്കി. അവരുടെ ഉള്ളിൽ ഇനിയും തീരാത്ത സംശയങ്ങൾ കുമിഞ്ഞുകൂടി. ചേച്ചി ഇവരെ കൊണ്ടുപോയിക്കോളൂ. നേഴ്സ് നിർദ്ദേശം കൊടുത്തതും അവരെ അങ്ങോട്ട് കൊണ്ടുവന്ന സ്റ്റാഫ് വന്ന് വീൽചെയർ തിരിച്ചു ത്രേസ്യയെ കൊണ്ടുപോയി. ഗൗണും ക്യാപ്പും അവിടെ ഊരി വെച്ച് ICUവിൽ നിന്ന് പുറത്തേക്കിറങ്ങി. കൈകൾ രണ്ടും ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ച് ചാരി നിൽക്കുന്നുണ്ട് അർജുൻ. അവർ വരുന്നത് കണ്ടതും ഓടി ആ വീൽചെയറിൻ്റെ പിറകിലെ ഹാൻഡിൽ പിടിക്കാൻ നോക്കി. എൻ്റെ പൊന്നു കൊച്ചേ, എൻ്റെ പണി കളയാൻ ഇറങ്ങിയതാണോ? ആ സ്റ്റാഫ് തമാശ രൂപേണ പറഞ്ഞുകൊണ്ട് അർജുനെ നോക്കി ചിരിച്ചുകൊണ്ട് വീൽചെയർ കൊണ്ട് മുന്നോട്ട് പോയി. വിടാതെ അവനും കൂടെ നടന്നു. കുഞ്ഞുമോളുടെ തോളിൽ കൈവെക്കാൻ നോക്കിയതും അവൾ ഒഴിഞ്ഞു മാറി. എങ്കിലും തോൽക്കാതെ, പിന്മാറാതെ, അടിയറവ് പറയാതെ, ഇനിയൊന്നും ഞാൻ ഉണ്ടാകുമെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അവർക്ക് പിറകെ മൗനമായി അവൻ നടന്നു. എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരാതെ നയന ഉരുകി. അമ്മച്ചിയുടെ മുഖത്ത് നീരസം കാണാൻ കഴിയാതെ അവൾ കണ്ണടച്ചതുപോലെ ഉറക്കം നടിച്ച് കിടന്നു. ഒരു അന്യനെ പോലെ മുറിയിൽ അർജുനുണ്ട്. താൻ അവിടെ അധികപ്പറ്റായെന്ന് തോന്നിയിട്ടും അവൻ അവൾക്കരികിൽ തന്നെ നിന്നു. അവൾ അരികിലുണ്ടെങ്കിൽ അവനൊരു വിഷമവുമില്ല. നമ്മുടെ വീടും പരിസരവും നിറയെ പോലീസുകാരായിരുന്നുവെന്നാണ് നാണുവപ്പം പറഞ്ഞത്. കൊക്കയിൽ വീണ കുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. ഈ നാട്ടിലുള്ളതല്ല, അവിടെ എന്തിനോ വന്നോ എന്ന് അറിഞ്ഞുകൂടാ. തോമസ് ആരോടെന്നില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തോമസിന് ഓരോ നേരവും ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിപ്പോൾ മെനഞ്ഞുണ്ടാക്കിയ കഥയാണെങ്കിൽ പോലും പറയണം, അത്രേ ഉള്ളൂ. ഈശാനിയെക്കുറിച്ചാണ് തോമസ് പറയുന്നത് എന്ന് അർജുന് വ്യക്തമായിട്ടറിയാം. പകയുടെ അഗ്നിയോടെ അവൾ തന്നെ നോക്കി. കാർ പിറകിലേക്ക് തിരിക്കുന്നത് അവൻ്റെ ഓർമ്മയിൽ തിരിച്ചെത്തി. നയനയോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാൻ അവൾക്ക് എങ്ങനെ തോന്നി? നയനയെ അവൾക്ക് എങ്ങനെ അറിയും? അന്ന് ആ ഹോട്ടലിൽ വെച്ച് അവൾ നയനയെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മാത്രം, നയനയുടെ പതനം പ്ലാൻ ചെയ്യാൻ മാത്രം കഠിന ഹൃദയമായിരുന്നോ ഈശാനി? എന്തായാലും അവൾ ചെയ്ത തെറ്റിനുള്ള തിരിച്ചടി കൊടുക്കാനുള്ള യോഗമുണ്ടായില്ല. അത് അവൾ തന്നെ ഇരന്നു വാങ്ങി. അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ ദൈവം കൊടുത്തു. വിരലുകൾ കൂട്ടിപ്പിണച്ച അർജുൻ ഓരോ ചിന്തയിലായിരുന്നു. അതെ, ഈ മെഡിസിൻ്റെ ബില്ലൊക്കെ അടക്കണം. മുറിയുടെ വാതിൽ പതിയെ തുറന്നുകൊണ്ട് ഒരു നേഴ്സ് 2-3 പേപ്പർ തോമസിൻ്റെ കയ്യിൽ കൊടുത്തു. വേഗം വേണം, അടച്ച ബില്ല് അവിടെ തിരിച്ചു ഏൽപ്പിക്കണം. നേഴ്സ് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് തോമസിനെ നോക്കിയാണ്. അർജുൻ വന്ന് ആ ബില്ലുകൾ വാങ്ങി അതിലേക്കൊന്ന് നോക്കി വേഗം മുറി കടന്നുപോയി. ഏയ് വേണ്ട അർജുൻ, ബില്ല് ഞാൻ അടക്കും. ഷർട്ടിൻ്റെ പോക്കറ്റും തുണിയുടെ അരക്കെട്ടും വെറുതെ പരതിക്കൊണ്ട് തോമസ് അവിടെ നിന്ന് താളം ചവിട്ടി. തോമസേ, ആ ചെറുക്കനെ കൊണ്ട് ബില്ലടപ്പിക്കണ്ട, നീ പോയി ബില്ലടക്ക്, ത്രേസ്യ ഗൗരവത്തോടെ പറഞ്ഞു. അതിന് ചേട്ടത്തി, അത്രയും വലിയ തുക എൻ്റെ കയ്യിലില്ല, തോമസ് അല്പം ജാള്യതയോടെ പറഞ്ഞു. ആരുടെയെങ്കിലും ചോദിച്ചിട്ടായാലും ആ പൈസ തോമസ് തന്നെ അടക്കണം. ഞങ്ങൾക്ക് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ചു തന്നോളാം, ത്രേസ്യ തറപ്പിച്ചു പറഞ്ഞു. നയന അതൊക്കെ കേട്ടിട്ടും കണ്ണു തുറക്കാതെ കിടന്നു.
തുടരും. ത്രേസ്യ എന്ന അമ്മച്ചിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം മകളെ അങ്ങനെയും വിശ്വസിച്ചു. അപ്പച്ചൻ മനസ്സിലാക്കുന്ന പോലെ അമ്മച്ചി മനസ്സിലാക്കുന്നില്ല. അർജുൻ അവരെ സ്വീകരിക്കുമായിരിക്കും അല്ലേ? തുടരും.